ഒരു പവൻ സ്വർണത്തിന് 1 ലക്ഷം രൂപ. കേൾക്കുമ്പോൾ അല്പം നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടോ? സ്വർണ്ണവില ഈ പോക്ക് പോയാൽ ആ കാലം അധികം വിദൂരമല്ല. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ എത്തിയിരിക്കുകയാണ് സ്വർണ്ണവില. ഒരു പവന് 98,000-ന് മുകളിലാണ് ഇന്ന് വില. സംസ്ഥാനത്ത് കഴിഞ്ഞ 19 മാസം കൊണ്ടാണ് സ്വർണ്ണവില 1,00,000-ൽ നിന്ന് കുതിച്ച് 1,00,000-ന് തൊട്ടടുത്ത് എത്തിയിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി സ്വർണ്ണവില ഓരോ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ 2ഉം 3ഉം തവണയാണ് വർദ്ധിക്കുന്നത്. വില എത്ര കൂടിയാലും മലയാളികൾക്ക് മഞ്ഞലോഹത്തോടുള്ള പ്രിയം അത്ര പെട്ടെന്നൊന്നും ഇല്ലാതാകില്ല. മലയാളികളുടെ വിവാഹം പോലെയുള്ള പ്രധാന ചടങ്ങുകളിൽ സ്വർണത്തിന് പ്രധാനപ്പെട്ട സ്ഥാനം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില കൂടുന്നത് ആശങ്കയോടെയാണ് നാം കേൾക്കുന്നത്. എന്നാൽ സുരക്ഷിത നിക്ഷേപമായി സ്വർണത്തെ കരുതിയിട്ടുള്ളവർക്കാകട്ടെ ഇത് അല്പം ആശ്വാസം നൽകുകയും ചെയ്യും. എന്തുകൊണ്ടാണ് സ്വർണ്ണവില ഇങ്ങനെ വർദ്ധിക്കുന്നത്? ഇനി വില കുറയാൻ സാധ്യതയുണ്ടോ? ആരാണ് സ്വർണ്ണവില നിശ്ചയിക്കുന്നത്? നോക്കാം. വില എങ്ങനെ മാറിയാലും നമ്മൾ ഇന്ത്യക്കാർക്ക് സ്വർണം സുപ്രധാനമാണ്. കാരണം 5 രാജ്യങ്ങളുടെ മൊത്തം കരുതൽ ശേഖരത്തേക്കാൾ കൂടുതലുണ്ട് നമ്മുടെ ഇന്ത്യയിലെ സ്വർണ്ണ സമ്പാദ്യമെന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ സ്വർണ്ണ വിപണിയിലെ ഉയർച്ച താഴ്ചകൾ നമുക്ക് ഏറെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഡിമാൻഡും വിതരണവുമാണ് ഒരു വസ്തുവിന്റെ വില നിശ്ചയിക്കുന്നത്. ലണ്ടൻ ഓവർ ദി കൗണ്ടർ സ്പോട്ട് ഗോൾഡ് മാർക്കറ്റ് ട്രേഡിംഗ്, കോമെക്സ് ഗോൾഡ് ഫീച്ചേഴ്സ് ട്രേഡിംഗ് എന്നിവയിലാണ് സ്വർണ്ണവില പ്രധാനമായും നിശ്ചയിക്കുന്നത്. 1 ഔൺസ് സ്വർണത്തിന്റെ വില കണക്കാക്കിയാണ് സ്വർണത്തിന്റെ വില നിശ്ചയിക്കപ്പെടുന്നത്. 1 ഔൺസ് എന്നാൽ 31.10 ഗ്രാം ആണ്. ഔൺസിന് വില നിശ്ചയിക്കുന്നത് ഡോളറിന്റെ മൂല്യത്തിന് അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ രൂപയുടെ മൂല്യം ഡോളറിനെ അപേക്ഷിച്ച് വ്യത്യാസം വരുമ്പോൾ സ്വർണത്തിന്റെ വിലയിലും വ്യത്യാസം വരും. സ്വർണം കൂടുതലായും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ബാങ്കുകൾ വഴിയാണ്. അതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് ഇറക്കുമതി തീരുവയും നൽകേണ്ടി വരും. ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജ്വല്ലേഴ്സ് അസോസിയേഷനാണ് ദിവസേനയുള്ള സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാന 10 സ്വർണ്ണ വ്യാപാരികളുടെ വിറ്റുവരവിന്റെ ആവറേജ് കണക്കാക്കിയാണ് ദിവസേനയുള്ള സ്വർണത്തിന്റെ വില നിശ്ചയിക്കപ്പെടുന്നത്. മാത്രമല്ല സംസ്ഥാനങ്ങൾക്ക് അതത് സംസ്ഥാനങ്ങളുടെ ടാക്സും ഉൾപ്പെടും. ആഗോള വിപണിയിലെ ട്രെൻഡുകൾക്ക് അനുസരിച്ചാണ് സ്വർണത്തിന്റെ അടിസ്ഥാന വില നിശ്ചയിക്കപ്പെടുന്നത്. സ്വർണ്ണവില ഡോളറിന്റെ പ്രകടനത്തെ ആശ്രയിച്ചാണ് പ്രധാനമായും മാറിമറിയുക. ഇത് വിപരീത അനുപാതത്തിലായിരിക്കും. ഡോളർ ദുർബലമാകുമ്പോൾ വിദേശ കറൻസികൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണവില കുറഞ്ഞതായി തോന്നുകയും ഇത് ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും ആഗോള വില ഉയർത്തുകയും ചെയ്യും. ഇന്ത്യ സ്വർണത്തിന്റെ ഭൂരിഭാഗവും ഇറക്കുമതി ചെയ്യുന്നതിനാൽ രൂപയുടെ വിനിമയ നിരക്ക് നിർണായകവുമാണ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന് കൂടുതൽ വില നൽകേണ്ടി വരും. ഇത് വില വർദ്ധിക്കുവാൻ ഒരു കാരണമാകാറുണ്ട്. പലിശ നിരക്കുകൾ, പണപ്പെരുപ്പം, ഇക്വിറ്റിയിലെ ചലനങ്ങൾ തുടങ്ങിയ ഘടകങ്ങളും ആഗോള വിലകളെ ബാധിക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും മറ്റ് കേന്ദ്ര ബാങ്കുകളുടെയും സ്വർണ്ണ ശേഖരവും നയങ്ങളും വില സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇതുമാത്രമല്ല ആഭ്യന്തര ഘടകങ്ങളും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. ആവശ്യകതയും ലഭ്യതയും വിലയെ നേരിട്ട് ബാധിക്കുന്നതാണ്. ഉത്സവ സീസണുകളിലും വിവാഹ സീസണുകളിലും ഡിമാൻഡ് ഉയരുന്നത് വില വർധനവിന് കാരണമാകുന്നു. സർക്കാർ ചുമത്തുന്ന ഇറക്കുമതി തീരുവകളും നികുതികളും വില നിശ്ചയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. കസ്റ്റംസ് തീരുവ, സെസ്, സോഷ്യൽ വെൽഫെയർ സർചാർജ് എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് സ്വർണത്തിന്റെ ലാൻഡഡ് കോസ്റ്റ് കണക്കാക്കുന്നത്. മാത്രമല്ല ഓരോ സംസ്ഥാനത്തിനും സ്വർണ്ണവില നിർണ്ണയിക്കുന്നതിൽ അതിന്റേതായ നിയമങ്ങളും നികുതികളുമുണ്ട്. സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാരുകൾ നികുതി ചുമത്തുന്നത് അന്തിമ വിലയെ ബാധിക്കുന്നു. സ്വർണ്ണ ഖനന കമ്പനികളുടെ ഉൽപാദന ചെലവിലെ മാറ്റങ്ങളും വിലയെ ബാധിക്കുന്ന ഘടകമാണ്. കൂടാതെ ഇറക്കുമതി ചെയ്യുന്ന സ്വർണം വിവിധ നഗരങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കാനുള്ള കടത്ത് ചെലവുകളും അന്തിമ വിൽപ്പന വിലയിൽ ഉൾപ്പെടുന്നവയാണ്. ഉപഭോക്താവ് നൽകുന്ന അന്തിമ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള മേക്കിംഗ് ചാർജും ഉൾപ്പെടുന്നു. ഇനി സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇന്ത്യയിലെ പ്രതിദിന സ്വർണ്ണവില പ്രസിദ്ധീകരിക്കുന്നതിൽ ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജ്വല്ലേഴ്സ് അസോസിയേഷനാണ് നിർണായക പങ്ക് വഹിക്കുന്നത്. ആഗോള ബെഞ്ച് മാർക്കുകൾ, രൂപ ഡോളർ വിനിമയ നിരക്ക്, പ്രാദേശിക വിപണിയിലെ ഡിമാൻഡ്, സപ്ലൈ സാഹചര്യങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ചാണ് IBJA വിലകൾ നിശ്ചയിക്കുക. കേരളത്തിലാണെങ്കിൽ ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷനാണ് വില നിശ്ചയിക്കുന്നത്. ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റ് വില അനുസരിച്ച് അന്താരാഷ്ട്ര വില ഡോളർ നിരക്കിൽ എത്രയാണെന്ന് ഓരോ ദിവസവും രാവിലെ അറിയാൻ സാധിക്കും. രാവിലെ 9:15 രൂപയുടെ വിനിമയ നിരക്ക് ലഭിക്കുന്നു. ഈ അന്താരാഷ്ട്ര വിലയും രൂപയുടെ വിനിമയ നിരക്കും ബാങ്ക് നിരക്കും പരിഗണിച്ച് 92 എന്ന അനുപാതത്തിലേക്ക് വില നിശ്ചയിക്കുകയും അതിൽ 1% മാർജിൻ കൂടി ചേർത്താണ് ഓരോ ദിവസത്തെയും 24 കാരറ്റ് സ്വർണ്ണവില ബാങ്ക് നിരക്ക് നിശ്ചയിക്കുന്നത്. ഇത് സാധാരണയായി രാവിലെ 9:20 നടക്കുന്നു. മുൻപ് കേരളത്തിൽ ഒരു ദിവസം മുഴുവൻ ഒരു വിലയായിരുന്നു സാധാരണ നിലയിലുണ്ടാവുക. എന്നാൽ നിലവിൽ ആഗോള വിപണിയിലെ വൻകിട മാറ്റങ്ങൾ കാരണം ഒരു ദിവസം തന്നെ 2ഉം 3ഉം തവണ വിലയിൽ വ്യത്യാസം വരുന്നുണ്ട്.
അന്താരാഷ്ട്ര വിപണിയിൽ $10, $40, $50 മുതൽ $100 വരെയോ വ്യത്യാസം വരുമ്പോൾ ബാങ്കുകളിൽ നിന്ന് ഉയർന്ന നിരക്കിലാണ് സ്വർണം ലഭിക്കുന്നത്. അതുകൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ സാധിക്കാത്തതിനാൽ ആനുപാതികമായി വില വർദ്ധിക്കുന്നു. ഇപ്പോഴത്തെ ഈ ചാഞ്ചാട്ടത്തിന് കാരണം ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവോടെ അമേരിക്കയിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി പലിശ നിരക്ക് കുറയ്ക്കും എന്ന US കേന്ദ്ര ബാങ്ക് നൽകുന്ന സൂചന, US-ചൈന വ്യാപാര യുദ്ധം എന്നീ ഘടകങ്ങളാണെന്ന് പറയാം. ഇന്ത്യയിലുണ്ടായ ഉയർന്ന ഡിമാൻഡും ചൈനയുടെ ഉയർന്ന വാങ്ങൽ ശേഷിയും രാജ്യങ്ങൾ സ്വർണം വാങ്ങി സൂക്ഷിക്കാൻ തുടങ്ങിയതുമൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കൂടാൻ കാരണമായിട്ടുണ്ട്. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ആഗോള അനിശ്ചിതത്വങ്ങളുമൊക്കെ സ്വർണത്തിന്റെ വിലക്കയറ്റത്തിന് പിന്നിലെ കാരണങ്ങളാണ്. വിപണി അസ്ഥിരമാവുകയോ മാന്ദ്യം വരുമെന്ന ആശങ്ക പടരുകയോ ചെയ്യുമ്പോൾ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപമായ സ്വർണത്തിലേക്ക് തിരിയുന്നു. പണപ്പെരുപ്പത്തിനെതിരെയുള്ള പരിരക്ഷയായും സ്വർണം കണക്കാക്കപ്പെടുന്നുണ്ട്. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചേക്കാമെന്ന സൂചന നൽകിയതും വില വർധനവിന് കാരണമായിട്ടുണ്ട്. പലിശ നിരക്ക് കുറയുമ്പോൾ സ്വർണത്തിനായുള്ള ഡിമാൻഡ് കൂടുന്നു. സ്ഥിതി മറിച്ചാകുമ്പോൾ സ്വർണ്ണവിലയിൽ കുറവുമുണ്ടാകുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലെയും മറ്റും ആളുകൾ ഓൺലൈൻ ട്രേഡിംഗിലൂടെ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതിന് ഒരു പ്രധാന കാരണമാണ്. അവർ 10% മാത്രം നിക്ഷേപിച്ച് വലിയ ലാഭം നേടുന്നു. ഒരു നിക്ഷേപം എന്ന നിലയിൽ സ്വർണം കണക്കാക്കുമ്പോൾ പല ഘടകങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനാൽ നിക്ഷേപകർ സ്വർണം വാങ്ങുന്നതിന് മുൻപ് എത്ര അളവിൽ ഏത് രൂപത്തിൽ നിക്ഷേപിക്കണമെന്ന് ശ്രദ്ധാപൂർവം തീരുമാനമെടുക്കുന്നതാകും ഉചിതം.